ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു വഴിപാട് ശിവന് ചെയ്താൽ ഏതൊരു കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ട് നടക്കും. ഒരു ജോലിക്കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു വിവാഹക്കാര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിനും ഈ പറയുന്ന ഒരു വഴിപാട് ഈ ശിവഭഗവാന് ചെയ്താൽ ആ കാര്യം ഭംഗിയായി, നമ്മളെ ഉദ്ദേശിക്കുന്നതിലും ഏറ്റവും ഭംഗിയായി ഭഗവാൻ നടത്തി തരും. അത് എന്താണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭദ്രകാളിയുടെ ഏത് തടസ്സവും മാറ്റുന്ന ഒരു രഹസ്യവിദ്യ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ പറഞ്ഞ് അത് ചെയ്തവർക്കൊക്കെ അവരുടെ എല്ലാ തടസ്സങ്ങളും മാറി നല്ല സാമ്പത്തികം ഉണ്ടായി, ഇപ്പോഴും സാമ്പത്തികമുണ്ട് എന്ന് അവരുടെ അനുഭവം എൻ്റെ വാട്സപ്പിൽ പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞു കൊടുത്ത വിദ്യ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു വളരെ രഹസ്യമായ ഒരു മന്ത്ര രഹസ്യവും പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇന്ന് ശിവരാത്രിയാണ്. ഇന്നാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഇന്നലെ ശിവൻ്റെ ചില രഹസ്യങ്ങൾ ഉള്ള ഒരു നല്ല വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എത്ര പേര് കണ്ടു, എത്ര പേർക്ക് മനസ്സിലായി, അല്ലെ എത്ര പേരത് ശരിയായിട്ട് മനസ്സിലാക്കി എന്നൊന്നും എനിക്കറിയില്ല. ഏറ്റവും ലളിതമായ കാര്യമാണ് പറഞ്ഞു തന്നത്. അപ്പോൾ അത് സങ്കല്പശക്തിയെക്കുറിച്ച് അത് ശരിയായിട്ട് മനസ്സിലാക്കിയ ശിവോഹം എന്നുള്ള വിദ്യ ചെയ്താൽ ഭഗവാൻ എല്ലാം സാധിച്ചു തരും. അപ്പോൾ അത് ആവശ്യമുള്ളവർ ഇതിന് മുമ്പത്തെ വീഡിയോ കാണുക. ഞാൻ ഇന്ന് പറയുന്ന ഈ വിഷയം ശിവൻ്റെ ഏറ്റവും നമ്മുടെ ഏതൊരു കാര്യവും നടത്തി തരുന്ന, ഏതൊരു കാര്യത്തിനെ തടസ്സം മാറ്റിയത് ഭംഗിയായിട്ട് ഭഗവാൻ മുഴുവൻ നടത്തി തരും. അങ്ങനെയുള്ള ഒരു വഴിപാടാണ്. ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ട് ഏത് കാര്യമായിട്ട്, ഒരു സാമ്പത്തിക കാര്യമായിക്കോട്ടെ, ഒരു തൊഴിൽ കാര്യമായിക്കോട്ടെ, വിവാഹ സംബന്ധമായ കാര്യമായിക്കോട്ടെ, ഏത് കാര്യവും വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. ആ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അത് സമയമെടുത്താണ് ഞാൻ ചെയ്യുന്നത്. അത് ഒരുപാട് വർക്കുകൾ പെൻഡിങ്ങും കിടപ്പുണ്ട്. അതുകൊണ്ട് കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. നിങ്ങൾ വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ മാത്രം റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല. പറ്റുന്ന ആളുകൾക്ക് റിപ്ലൈ തരും. കുറച്ച് അതിൽ പറ്റുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ടോ ചെയ്യുക. ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങളും നല്ല വഴിപാടുകളും മാത്രമേ പറയത്തുള്ളൂ. അതൊക്കെ താല്പര്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാതിരിക്കുക. അതൊക്കെ അവനവൻ്റെ ഇഷ്ടം. പറഞ്ഞതേ ഉള്ളൂ. ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ തീർക്കാൻ സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഒന്നും വിചാരിക്കരുത്, ആ സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ. ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ശിവഭഗവാന് പാലഭിഷേകം. ശനിയാഴ്ച രാവിലെ ശിവഭഗവാന് പാലഭിഷേകം ചെയ്യുക. ശിവക്ഷേത്രത്തിൽ നിങ്ങളുടെ ഏതൊരു കാര്യവും ഭഗവാൻ തടസ്സങ്ങൾ മാറ്റി ഭംഗിയായിട്ട് നടത്തി, നിങ്ങൾ ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ടെല്ലാം നടത്തി തരും ഭഗവാൻ. ശനിയാഴ്ചകൾ പാലഭിഷേകം സാധിക്കുന്ന പോലെ ആവർത്തിക്കുക. ചിലപ്പോൾ ഒരു തവണ ചെയ്ത് എന്ന് കരുതി ബലം കിട്ടണമെന്നില്ല, ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ഈ ആവർത്തിക്കേണ്ടി വരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ ഇപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ചിലപ്പം ഭഗവാനിൽ ചെന്നെന്നിരിക്കത്തില്ല. പലതവണ ആവർത്തിക്കുമ്പോഴാണ് ഒരു തവണ ഭഗവാനിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ലയിക്കുന്നത്. ആ ഒരു തവണ നമുക്ക് ബലം ലഭിക്കും. അത് ചിലപ്പം പല തവണ ചെയ്യേണ്ടി വരും. അതാണ് അതിൻ്റെ രഹസ്യം. അതുകൊണ്ടാണ് സാധിക്കുന്ന രീതിയിൽ ആവർത്തിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം. നിങ്ങളുടെ മനസ്സും ഭഗവാനുമായിട്ടൊരു ലയിക്കുമ്പോഴാണ് ആ റിസൾട്ട് വരുന്നത്. അതിന് ചിലപ്പം ചിലർക്ക് കൂടുതൽ തവണ ചെയ്യേണ്ടി വരും, ചിലർക്ക് ചിലപ്പം പെട്ടെന്ന് തന്നെ ബലം കിട്ടും. അത് നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ ഭക്തി, നിങ്ങളുടെ സമർപ്പണം, ഇതൊക്കെ പോലെ ഇരിക്കും. അപ്പം ഞാൻ വഴികളാണ് പറഞ്ഞു തരുന്നത്. നിങ്ങളത് ഇപ്പം ചിലർക്ക് പെട്ടെന്ന് ബലം കിട്ടും, ചിലർ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും, ചിലർക്ക് ചിലപ്പം ബലം കിട്ടാൻ താമസിക്കും. അതൊക്കെ നിങ്ങളുടെ ഭക്തി, സമർപ്പണം, വിശ്വാസം ഇതൊക്കെ അനുസരിച്ചിരിക്കും. അപ്പം ഈ പാലഭിഷേകം ഞാൻ എൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ് ചെയ്തവർക്ക് തന്നെ അവരുടെ ഒരുപാട് പല കാര്യങ്ങളും മുഴുവൻ ഭംഗിയായിട്ട് ഭഗവാൻ നടത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ല ഇത് ആദ്യമായിട്ട് പറയുന്ന കാര്യമോ ഒന്നുമല്ല. ഇത് പറഞ്ഞ് ശരിയായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന പോലെ തന്നെയാണ് അവർക്കും പറഞ്ഞു കൊടുത്തത്. അത് അവർ
ചെയ്ത് അവരുടെ ഒരു ആത്മാർത്ഥമായിട്ട് ചെയ്തുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭഗവാനുള്ള ഭക്തി കൊണ്ടായിരിക്കാം. അപ്പോൾ പല കാര്യങ്ങളും ഭംഗിയായിട്ട് ഭഗവാൻ നടത്തി കൊടുത്തതായിട്ട് അങ്ങനെയുള്ള ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപ്പോൾ നിങ്ങൾക്കെല്ലാം അത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ശനിയാഴ്ച രാവിലെ പാലഭിഷേകം ശിവന് നടത്തുക. അപ്പം ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യമേ പറയാവുള്ളൂ, അത് ഭഗവാനെ ഭംഗിയായിട്ട് നടത്തി തരണേ, ആ ഒരു കാര്യം പറയുക. ആ കാര്യം സാധിച്ചു കഴിഞ്ഞ് വേറൊരു കാര്യം ആവശ്യപ്പെടാം. അപ്പോൾ ശനിയാഴ്ച ചെയ്യണം, പാലഭിഷേകം ചെയ്യണം ശിവക്ഷേത്രത്തിൽ. അപ്പോൾ ഇപ്പം പല ക്ഷേത്രത്തിലും പല രീതികളാണ്. അപ്പം നിങ്ങൾ ചോദിക്കണം, ഞങ്ങൾ പാല് കൊണ്ടുവരണോ, അല്ലെങ്കിൽ തിരുമേനി പശുമ്പാൽ കൊണ്ടുവരുമോ? അതൊക്കെ ഓരോരുത്തരുടെ രീതി പോലെ ചെയ്യുക. പലയിടത്തും പല രീതിയാണ്. നമ്മൾ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ആ ക്ഷേത്രത്തിൽ എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതി ചെയ്യുക. അതാണ് അതിൻ്റെ മാന്യത. അവിടുത്തെ രീതി എന്താണോ അത് ആ രീതി ഫോളോ ചെയ്യുക. ചിലയിടത്ത് ചിലപ്പോൾ തിരുമേനി പാല് കൊണ്ടുവരുമായിരിക്കും, ചിലയിടത്ത് നമ്മൾ മേടിച്ചുകൊണ്ട് ചെല്ലണമെന്ന് പറയും. എന്തായാലും ഈ കടയിൽ നിന്ന് കിട്ടുന്ന പാല് ഒഴിവാക്കുക. വീട്ടിൽ നിന്ന് കറക്കുന്ന പശുവിൻ്റെ ശുദ്ധമായ പാല് ഉപയോഗിക്കുക. ഇനി ഞാൻ ഒരു രഹസ്യം കൂടെ പറഞ്ഞു തരാം, പക്ഷേ അത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട. ഈ സാധാരണ വീട്ടിലെ പശുവിൻ്റെ പാല് തന്നെയാണെങ്കിലും ഫലം ലഭിക്കും. ഇനി കറുത്ത പശുവിൻ്റെ പാല് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി ശ്രേഷ്ഠമാണ്. ഇനിയിപ്പം കറുത്ത പശുവിൻ്റെ പാല് കിട്ടത്തില്ലെങ്കിൽ വേണ്ട, വിട്ടേരെ, സാധാ പശുവിൻ്റെ പാല് മതി. ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി അതിൻ്റെ അകത്തൊരു കൺഫ്യൂഷൻ വേണ്ട. സാധാ പശുവിൻ്റെ പാലാണേലും മതി, വീട്ടിൽ നിന്ന് കറക്കുന്നതായിരിക്കണം കേട്ടോ. കടയിൽ നിന്ന് മേടിക്കുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. വീട്ടിൽ നിന്ന് ശുദ്ധമായ കറക്കുന്ന പശുവിൻ്റെ പാലായിരിക്കണം. അത് ക്ഷേത്രത്തിൽ ചെന്ന് തിരുമേനിയോട് ചോദിക്കണം, ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത്, ഞങ്ങൾ പാല് കൊണ്ടുവരണോ, അതോ തിരുമേനി പാല് കൊണ്ടുവരുമോ? തിരുമേനിമാരാകുമ്പോൾ അവർ നല്ല പാല് കൊണ്ടുവന്നോളും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കറക്കുന്ന വീട്ടിൽ കറക്കുന്ന പശുവിൻ്റെ പാല് ഏർപ്പാട് ചെയ്യുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ അത് ശുദ്ധിയോടെ, നല്ല ചിന്തയോടെ, നല്ല ഭക്തിയോടെ ചെയ്തവർക്കൊക്കെ പ്രയോജനം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കതൊരു ഏത് കാര്യം ഭഗവാൻ ഉദ്ദേശിക്കുന്നതിലും ഭംഗിയായിട്ട് അത് പൂർണ്ണമായിട്ടും നമുക്ക് നടത്തി തരും. അതായത് ഒരു കാര്യത്തിൻ്റെ ഇടയ്ക്ക് ഒരു പ്രശ്നങ്ങളും വരത്തില്ല. ഇപ്പോൾ ഒരു കല്യാണക്കാരി അത് അതിൻ്റെ കാര്യങ്ങൾ ഭഗവാൻ നന്നായിട്ട് നല്ല രീതിയിലാക്കി തരും. അല്ലാതെ ഇടയ്ക്ക് ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. തൊഴിൽ കാര്യം, അല്ലെ ധനപരമായ കാര്യം, അല്ലെ സാമ്പത്തികപരമായ കാര്യം, ഏതും ഭഗവാൻ പൂർണ്ണമായിട്ട് നിങ്ങൾക്കത് ഏറ്റവും നല്ല രീതിയിൽ ഭഗവാന്റെ കൃപയാൽ നടക്കുമെന്നുള്ളതാണ് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളും അതേ രീതിയിൽ ഭക്തിയോടെ ചെയ്താൽ നിങ്ങൾക്കും അനുഭവം ഉണ്ടാകും. ഞാൻ വഴിയാണ് പറഞ്ഞു തരുന്നത്, അത് ചെയ്യുന്ന പോലെ ഇരിക്കും ഫലം കിട്ടുന്നത്. ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. മനസ്സ് ഭഗവാനിൽ ലയിക്കണം, അപ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അല്ലാതെ ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല, നമ്മൾ ചെയ്തു എന്ന് പറയുന്ന കാര്യമില്ല, ഭഗവാനിൽ ലയിച്ചു ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. അത് എപ്പോഴും ഓർക്കുക. ഭദ്രകാളിയുടെ ഒരു രഹസ്യവിദ്യ ഞാൻ പറഞ്ഞുതരാം, ഏത് തടസ്സവും മാറാൻ വേണ്ടിയുള്ള. നിങ്ങൾ രാവിലെ കുളിക്കുമ്പോൾ തല തോർത്തുന്നതിന് മുമ്പ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണേ നമസ്തുതേ. തല തോർത്തിക്കഴിഞ്ഞ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണേ നമസ്തുതേ. ഇനി നിങ്ങൾ ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണേ നമസ്തുതേ. വാ കൊണ്ട് ഒരു തവണ ഉച്ചരിക്കുക. ഇങ്ങനെ ഇത് കൃത്യം നിത്യേന നിങ്ങളിങ്ങനെ ചെയ്തു പോന്നാൽ ഒരു 3 മാസം ഒക്കെ ചെയ്യണം. ഇങ്ങനെ അടുപ്പിച്ചു നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തികമായ ഏതൊരു തടസ്സവും, ജീവിതത്തിലെ തൊഴിൽപരമായ ഏതൊരു തടസ്സവും, നിങ്ങളുടെ ഏതൊരു തടസ്സവും ഭദ്രകാളിയമ്മ മാറ്റിത്തരും. ഞാൻ തന്നെ പറഞ്ഞു കൊടുത്ത് തടസ്സങ്ങളൊക്കെ മാറി ധനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത ആളുകളുണ്ട്. യഥേഷ്ടം ധനം വരുന്നു, തൊഴിൽ തടസ്സം മാറി, തൊഴിൽ കിട്ടി, ഒരു കാര്യത്തിനൊരു തടസ്സമില്ല ഞാനീ പറഞ്ഞ വിദ്യ ചെയ്ത് എന്ന്. അതൊക്കെ അനുഭവങ്ങളാണ്. അപ്പം അതേ രീതിയിൽ ഏറ്റവും വലിയ രഹസ്യമാണ് ഭദ്രകാളി അമ്മയുടെ. കാരണം ഭദ്രകാളി അമ്മയെ കൊണ്ട് സാധിക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല എന്നറിയുക. അതാണ് ഭദ്രകാളി രഹസ്യം. യാതൊന്നുമില്ല. അപ്പം ഈറനോടെ ഭദ്രകാളി അമ്മയെ വിളിച്ചാൽ അമ്മ എല്ലാം സാധിച്ചില്ല. അത് തല തോർത്തുന്നതിന് മുമ്പ് അതൊരു സെക്കൻഡ് മതി. ജസ്റ്റ് ഇങ്ങോട്ട് തല തോർത്തിക്കണം, പനിയൊന്നും പേടിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു സെക്കൻഡ് സർവമംഗളമംഗല്യം ജപിച്ചാൽ മതി. പിന്നെ തല തോർത്തിക്കുക, ഒരു മിനിറ്റ് അല്ല, ഒരു സെക്കൻഡ്, അത്ര മതി. ആ വിദ്യ അങ്ങനെയാണ്. പിന്നെ നിങ്ങൾ തല തോർത്തിക്കഴിഞ്ഞും ജപിക്കുക, കുളിമുറി നിറങ്ങിക്കഴിഞ്ഞും ജപിക്കുക. ഇങ്ങനെ ഒരു 3 മാസം നിങ്ങൾ ചെയ്താൽ ഭദ്രകാളി അമ്മ ഏതൊരു കാര്യവും നിങ്ങളുടെ നടത്തി തരും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ ഇത് ശരിയായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക.
ഇന്നൊരാൾ എന്നെ കാണാൻ വന്നു. അപ്പം ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, പക്ഷേ വേറെ ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം അവരെന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ കുറേ കാര്യങ്ങൾ അതായത് അവരുടെ മകനെ അന്ന് പഠിക്കാനൊക്കെ പഠിക്കാൻ സാധിക്കാത്തൊരു അന്തരീക്ഷമായിരുന്നു വീട്ടിൽ. എന്നും കലഹവും വഴക്കും ബഹളവും അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് അവർക്ക് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ മകനെ ആ സ്ഥിതിയൊക്കെ മാറി മകന് പഠിച്ചു. ഇന്ന് 40,000 രൂപ നാട്ടിൽ ശമ്പളമുണ്ട്. അത് പുള്ളിയാണ്ട് എൻജിനീയറിംഗ് ആണ്ട് വർക്ക് ഫ്രം ഹോമാണ്, വീട്ടിൽ ഇരുന്നുകൊണ്ട് ഓൺലൈൻ വഴി ചെയ്യുന്ന എൻജിനീയറിംഗ് ജോബ്സ് ആണ്ട. അപ്പം ആ വീട്ടിലെ പഠിക്കാനുള്ള തടസ്സങ്ങൾ പ്രശ്നങ്ങൾ ഈ കലഹങ്ങളൊക്കെ മാറി പഠിക്കാൻ പറ്റി. 40,000 രൂപ ശമ്പളം കിട്ടുന്നുണ്ട് എന്ന് അവർ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അത് അവന് കഴിവുള്ളതുകൊണ്ടാണ് അവന് അത് സാധിച്ചത്. ഞാൻ ചില വഴികൾ പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു അതല്ല, അത് നിങ്ങൾ പറഞ്ഞു തന്നതുകൊണ്ട് കൂടിയാണ്. അതിപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. കാരണം അവർ ഓരോ കാര്യങ്ങൾ അക്കവിട്ട് പറഞ്ഞു. അവരുടെ മോന് പഠിക്കാനുള്ള ഒരു അന്തരീക്ഷമില്ലായിരുന്നു. വീട്ടിലെ സാഹചര്യം മാറി, നന്നായിട്ട് പഠിക്കാൻ പറ്റി. പഠിച്ചവർക്കാണെങ്കിൽ എത്രയോ പേർക്ക് ജോലിയില്ലാതെ നിൽക്കുന്നു. അവന് നല്ല ജോലി കിട്ടി. ഈ 40,000 രൂപ ശമ്പളമുണ്ട്. പിന്നെ അവൻ്റെ പെങ്ങൾക്കും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു വിവാഹത്തിന്. അതൊക്കെ മാറി നല്ലൊരു ബന്ധം വന്നു. അതെല്ലാം ഞാൻ ഇതുപോലെ ലളിതമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താണ്. അവരിങ്ങോട്ട് അക്കവിട്ട് പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് തന്നെയല്ല, പയ്യന് പഠിക്കാനുള്ള കഴിവുണ്ടായിരുന്നു പറഞ്ഞപ്പോൾ അതല്ല, നിങ്ങൾ പറഞ്ഞതിലും കാര്യമുണ്ട് എന്ന് ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് എൻ്റെ ആ മനസ്സും കണ്ണും നിറഞ്ഞത്. അപ്പോൾ ഓരോരോ കാര്യങ്ങളാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്ത് അവരിങ്ങോട്ട് എന്നോട് പറയും അക്കവിട്ട്. ഞാൻ വർഷങ്ങൾ കഴിഞ്ഞപ്പം പലതും പറഞ്ഞു കൊടുത്തത് എന്നാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. കാരണം അത് കഴിഞ്ഞ് എത്രയോ ആളുകളുടെ നോക്കിയിരിക്കുന്നു. ഇത് എത്രയോ കുറേ വർഷം മുമ്പുള്ള കാര്യമാണ്. ഇന്ന് അവർ വന്നത് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. അപ്പം ആ പെങ്ങൾക്ക് നല്ലൊരു ബന്ധം വന്നു, കല്യാണം കഴിഞ്ഞു. ആ പയ്യന് ചെറിയ ഒരു ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. എങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതോടൊപ്പം അയ്യപ്പൻ്റെ ഒരു ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക ചെയ്യാൻ ഞാൻ പറഞ്ഞാലും വളരെ മാറ്റമുണ്ടെന്ന് പറഞ്ഞു. ട്രീറ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്, വലിയ പോസിറ്റീവായിട്ട് നല്ല മാറ്റമുണ്ട്. അപ്പോൾ അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ജീവിതം മാറി. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളും അവർ പറയുന്നുണ്ട്. അയ്യപ്പൻ്റെ ക്ഷേത്രത്തിൽ പറഞ്ഞത്, വിഷ്ണുവിന് പറഞ്ഞത്, ശിവന് പറഞ്ഞത്, ഇതെല്ലാം അക്കമിട്ട് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു തരിക. അപ്പം അതൊക്കെയാണ് ജീവിതം മാറ്റിയത്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമായിട്ട് ഞാനതെല്ലാം ഒന്ന് ഓർക്കുന്നത്. അത് കഴിഞ്ഞ് എത്രയോ ആളുകളുടെ നോക്കിപ്പോയി എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഒരാളുടെ ജീവിതം മാറുക, അത് വലിയ രീതിയിൽ മാറുക, അവർക്ക് നല്ല ജീവിക്കാനുള്ള ഒരു വലിയ ശമ്പളം, സാഹചര്യം, അവർക്കെല്ലാ ഐശ്വര്യങ്ങളും, ഇതൊക്കെ മാറുക എന്ന് പറഞ്ഞാൽ ഞാൻ വഴി പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ. അവർ നന്നായിട്ട് ചെയ്തുകൊണ്ട് കൂടിയാണ് തീർച്ചയായിട്ടും. അപ്പം അത് നമുക്ക് വലിയൊരു സന്തോഷമാണ്. കാരണം അതിന് ഞാനും ഒരു കാരണക്കാരനാണ്. ഈ നാവ് കൊണ്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ്. അതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറഞ്ഞു. എൻ്റെ കണ്ണുകൾ ശരിക്കും നിറഞ്ഞുപോയി. കാരണം അവരുടെ ആ മാറ്റങ്ങൾ അവരിങ്ങോട്ട് പറയുക. സാധാരണ പലരും ചിലപ്പോൾ അവർക്ക് മാറ്റം ഉണ്ടായി രക്ഷപ്പെട്ട് കഴിയുമ്പം ചിലപ്പോൾ അവർ പറയാറില്ല, നമ്മളെ ചിലപ്പോൾ കണ്ടാൽ പോലും മിണ്ടാറില്ല. അങ്ങനെയൊക്കെയാണ് സാധാരണ ഒരു രീതികൾ നടക്കുന്നത്. എന്നാൽ നല്ല രീതിയിലുള്ള ആളുകളുമുണ്ട്, പറയുന്നവരുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇവരെന്നോട് ഇവിടെ വന്ന് ഇത് പറഞ്ഞ് ഓരോ കാര്യങ്ങളും ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞു കൊടുത്തതെന്ന് എടുത്തു പറഞ്ഞപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. കാരണം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി. ഞാൻ അവർക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഐശ്വര്യങ്ങളും ഇനിയും ജീവിതത്തിലുണ്ടാകട്ടെ. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തു. വലിയ സന്തോഷം. കാരണം ജീവിതം എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യുമ്പോഴാണ് ജീവിതം മാറുന്നത്. അല്ലാതെ ചുമ്മാ കുറേ കാര്യങ്ങളോ ചുമ്മാ കുറേ ഓടി നടന്നിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം നിങ്ങളുടെ ഒരു കുട്ടി അവനൊരു പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ അവന് മോശം കൂട്ടുകെട്ടുകളുണ്ട്, അല്ലെങ്കിൽ അവൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അവൻ്റെ പക്കനാളിന് ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും ചെയ്യണം. ഇത് ആവർത്തിക്കണം. ചെയ്യുന്ന ഭക്തിയോടുകൂടി ചെയ്യണം. ഭദ്രകാളിയമ്മയെ വിശ്വസിക്കണം. അങ്ങനെ ഞാൻ അപ്പോൾ ഈ ഇത് മനസ്സിലാക്കുന്ന രീതിക്ക് അത് കാര്യമുണ്ട് കേട്ടോ. ചുമ്മാ അങ്ങ് പോയി ചെയ്താൽ ഫലം കിട്ടത്തില്ല. നിങ്ങളത് അറിയണം. ഭദ്രകാളിയമ്മയുടെ ശക്തി അറിയണം. ഇതിന് പുറകിലുള്ള രഹസ്യം അറിയണം. അതും ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഫലം ഉണ്ടാകുന്നത്. ഭദ്രകാളിയമ്മയ്ക്ക് മാറ്റാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല.
ഭദ്രകാളിയമ്മയുടെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഭദ്രകാളിയമ്മ ആ വ്യക്തിയെ നല്ല ഒരു വ്യക്തിയാക്കും, അയക്ക് നല്ല ഉയർച്ച കൊടുക്കും. ഇത് പക്കനാൾ തോറും ആവർത്തിക്കണം. ഒന്നോ രണ്ടോ ചെയ്തിട്ട് കാര്യമില്ല. ഭദ്രകാളിയമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കണം. അങ്ങനെ 6 മാസം തുടർച്ചയായിട്ട് ചെയ്തു വളരെ മോശം കൂട്ടുകെട്ടിപ്പോയ കുട്ടികൾ വരെ എത്രയോ എൻ്റെ വാട്സപ്പിൽ കിടക്കുന്നു. നല്ല രീതിയിൽ പിന്നീട് പഠിച്ച് നല്ല മാർക്കോട് കൂടി അതിൻ്റെ ഗ്രേഡൊക്കെ പറഞ്ഞ് വാട്സപ്പിൽ കുറേ മെസ്സേജ് ഇട്ടാൽ അതൊക്കെ നിങ്ങളോട് പണ്ട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. വലിയ രീതിയിൽ കോഴ്സുകളൊക്കെ പാസ്സായി രക്ഷപ്പെട്ട എത്രയോ അനുഭവങ്ങൾ. ഇതൊക്കെ ലളിതമായ കാര്യമാണ്, ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അറിയുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഇതുകൊണ്ട് ഒരിക്കലും നല്ലത് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനിയും നിങ്ങൾ ഒരു മന്ത്രമെങ്കിലും മുടങ്ങാതെ ദിവസവും നിങ്ങൾ ചൊല്ലണം. അത് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ ആ മന്ത്രം നിങ്ങൾക്ക് സിദ്ധമാകും. ഏത് മന്ത്രം ആയിക്കോട്ടെ, സർവമംഗളമംഗല്യ ആയിക്കോട്ടെ, ഓം നമഃശിവായ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മന്ത്രം കുറേ വർഷങ്ങൾ അടുപ്പിച്ച് ചെല്ലണം, മുടങ്ങരുത്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും ആ മന്ത്രം നിങ്ങൾക്ക് വശമാകും. ഒരു മന്ത്രം വശമായാൽ എല്ലാ മന്ത്രവും വശമാകും. അതൊരു അനുഭവം, ആ ദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഇതൊരു മന്ത്ര രഹസ്യമാണ്. അപ്പോൾ ഇത് അനുഭവം ഉണ്ടെന്ന് കൂട്ടിക്കുക. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു തരുമെന്ന് കൂട്ടിക്കൂ. ഒരു ദിവസം ഒരു നേരമെങ്കിലും നിങ്ങൾ ഒരു മന്ത്രം ചൊല്ലുന്നു. അതെല്ലാ ദിവസവും ആ നേരം മുടങ്ങാതെ വർഷങ്ങൾ ചൊല്ലിക്കഴിയുമ്പോൾ ആ മന്ത്രദേവതയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. കുറഞ്ഞൊരു 3 വർഷമെങ്കിലും അല്ലെങ്കിൽ ഒരു 5 വർഷമെങ്കിലും അത് ചെയ്താൽ നിങ്ങൾക്ക് പ്രത്യേക ഒരു ഈശ്വരാനുഗ്രഹം ഉണ്ടാകും. ആ ദേവതയുടെ ശക്തി, ആ ദേവതയുടെ രഹസ്യങ്ങൾ, ആ ദേവതയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾ അറിയും. ഇതൊരു മന്ത്രരഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ. അല്ലാതെ വെറുതെ പുസ്തകത്തിൽ കാണുന്നതോ അവിടെ പറയുന്നത് ഇവിടെ പറയുന്നത് ഞാൻ പറയാറില്ല. ഞാൻ ഉപാസനയുള്ള ആളാണ്. ദേവത പറഞ്ഞു തരും, അല്ലെ ദേവത നമുക്ക് കാണിച്ചു തരും. നമ്മുടെ മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ആ ദേവത നടത്തി തരും. അത് ഇങ്ങനെ ചില മന്ത്രരഹസ്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് ദിവസവും ഒരു നേരം, രാവിലെ 6 മണിക്കാണ് ജപിക്കുന്നത്, എന്നും 6 മണിക്ക് ജപിക്കണം. ഒരു തവണയോ 2 തവണയോ 3 തവണയോ 1 മിനിറ്റോ നിങ്ങളുടെ ഇഷ്ടം. അതിങ്ങനെ വർഷങ്ങൾ ആവർത്തിക്കണം. ഒരു മന്ത്രം സ്ഥിരമായിട്ട്. ബാക്കി നിങ്ങൾക്ക് ചൊല്ലാവുന്ന മന്ത്രങ്ങൾ ഒക്കെ ചൊല്ലിക്കൂ, അത് ചെല്ലരുതെന്നല്ല പറഞ്ഞാൽ, നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു മന്ത്രം സ്ഥിരമായിട്ട് ആവർത്തിക്കണം. അത് ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തും. ആ ദേവത അല്ലെ ദേവൻ കേട്ടോ. അപ്പം ഇങ്ങനെ നമ്മളൊരു കാര്യം അറിയുമ്പോൾ നമ്മുടെ ജീവിതം മാറ്റാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയുള്ള കാര്യങ്ങൾ അറിയണം. എന്നും നല്ലത് മാത്രം ഉണ്ടാകുന്ന കാര്യങ്ങൾ അറിയണം. അത്രയും കാര്യങ്ങളായി പറയുന്നതെല്ലാം. ഇന്ന് ശിവരാത്രിയാണ്. അപ്പം ഭഗവാനെക്കുറിച്ച് കൂടി 2 വാക്ക് പറഞ്ഞിട്ട് നിർത്താം. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകാരി എന്നാണ് അർത്ഥം. ശിവൻ ഭോലേനാഥനാണ് എന്ന് വെച്ചാൽ ചോദിക്കുന്നത് എന്തും പെട്ടെന്ന് സാധിച്ചു തരുന്ന ഭഗവാനാണ്. പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചു തരുന്ന 2 ദേവതകളാണെന്ന് ശിവനും ഭദ്രകാളിയും. പെട്ടെന്ന് കാര്യം സാധിച്ചു തരും. അപ്പോൾ ശിവൻ എന്തുകൊണ്ടാണ് ഭോലേനാഥൻ എന്ന് പറയുന്നത്? ശിവബോധം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിലെ ആ ഒരു ഈശ്വരാനുഭവമാണ്. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എന്ത് എന്നാലും അത് യാഥാർത്ഥ്യമാകും. അപ്പോൾ ശുദ്ധബോധം ഉണ്ടാകുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലാണ്. ആ ശുദ്ധബോധം എന്ന് പറയുന്നത് ശിവനാണ്. അതുകൊണ്ടാണ് ശിവൻ ഭോലേനാഥൻ എന്ന് പറയുന്നത്. അതുപോലെ ശിവനെ ഒരിക്കലും അറിവ് കൊണ്ട് അറിയാൻ പറ്റത്തില്ല. എത്ര ഗ്രന്ഥങ്ങൾ വായിച്ചാലും എത്ര പ്രസംഗിച്ചാലും ഒന്നും ശിവനെ അറിയാൻ പറ്റത്തില്ല. ശിവനെ അറിയണമെങ്കിൽ ആ ഭഗവാനിൽ അനുഭവം കൊണ്ടേ അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ഒരു നേരമെങ്കിലും പരമേശ്വര എന്ന് മനസ്സ് ഹൃദയത്തിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ശിവനെ അറിയാൻ പറ്റും. ശിവനെ അറിയുന്നതിന് ശിവൻ കൂടി വിചാരിക്കണം. പകുതിയെ നമ്മുടെ കയ്യിലുള്ളൂ. നമ്മൾ ഭഗവാനെ ആത്മാർത്ഥമായിട്ട് കരഞ്ഞ് വിളിക്കുക, ഹൃദയത്തിൽ നിന്ന് വിളിക്കണം. പെട്ടെന്ന് ശിവാനുഭവം ഉണ്ടാകും. മനസ്സിൽ നിന്നല്ല, ഹൃദയത്തിൽ നിന്ന്. അപ്പോൾ ശിവഭഗവാനോട് പിന്നെ വിചാരിക്കണം. ശിവനെ നിങ്ങൾ അറിയണമെങ്കിൽ ശിവനെ അറിഞ്ഞാൽ എല്ലാമായി, പരിപൂർണതയായി. ശിവൻ എല്ലാത്തിനും അപ്പുറത്താണ്. ജനന മരണങ്ങൾക്കും എല്ലാത്തിനും അപ്പുറത്താണ് ഭഗവാൻ. ഭഗവാൻ ഒരിക്കലും ജന്മം എടുക്കത്തില്ല. ഭഗവാന് ജനിമൃതികളില്ല. ഭഗവാൻ എല്ലാത്തിൻ്റെ അപ്പുറത്താണ്. ഭഗവാൻ പരബ്രഹ്മം തന്നെയാണ്, നിശ്ചല പരബ്രഹ്മം തന്നെയാണ്. ഇത് അൾട്ടിമേറ്റാണ്, ഇത് സെനത്ത് പവറാണ്, പരമേശ്വര. അപ്പോൾ ഭഗവാനെ നിങ്ങൾ ഇന്ന് ശിവരാത്രിയാണ്.
നിങ്ങൾ ശിവായ നമ, ഓം നമ ശിവായ, അല്ലെ വെറും നമ ശിവായ ഓം ചേർക്കാതെ എങ്ങനെ വേണേലും ജപിക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ ഹൃദയത്തിൽ ഭക്തി ഉണ്ടാകണം. ഞാനെന്ന ഭാവമില്ലാതെ, ഞാനെന്ന ചിന്ത ഉണ്ടാകുമ്പോഴാണ് എനിക്ക് ദേഷ്യമുണ്ട്, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് സങ്കടമുണ്ട്, എനിക്ക് അഭിമാനമുണ്ട്, എനിക്ക് അഹങ്കാരമുണ്ട്. ആ ഞാനെന്ന ചിന്തയില്ലാതെ ഭഗവാൻ എന്ന ബോധത്തിൽ നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നമ ശിവായ, ശിവായ നമ, ശിവനമ ശിവായ എന്ന് വേണ്ട, ഏത് വേണേലും ജപിക്കാം. ഓം നമ ശിവായ ഏത് വേണേലും ജപിക്കാം. ശിവശിവ എങ്കിലർ തീവിണയാളർ, ശിവശിവ എങ്കിലർ തീവിണയാളർ എന്ന് വെച്ചാൽ ശിവശിവ എന്ന് ജപിച്ചാൽ മുൻജന്മത്തിലെ എല്ലാ പാവങ്ങളും തീരും. ശിവശിവ എന്റിട തീവിണയുമാലും, ശിവശിവ എന്ന് ജപിച്ചാൽ ഈ ജന്മത്തിലും ഒരു പാവങ്ങളും ഉണ്ടാകാതെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ശിവശിവ എന്റിട തേവരുമാവർ, ശിവശിവ എന്നാൽ ദേവനുമാകും ശിവശിവ എന്ന് ജപിച്ചാൽ. ശിവശിവ എന്നാൽ ശിവഗതി താനെ. ശിവശിവ എന്ന് പറഞ്ഞാൽ ശിവനിൽ ഉള്ള അടങ്ങൽ, ശിവനിലുള്ള ഒടുങ്ങൽ, മറുപിറവികളില്ലാത്ത ആ ശിവനിൽ ലയിച്ചു ചേരൽ ശിവഗതി തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. ഭഗവാനെ ആത്മാർത്ഥമായിട്ട് വിളിക്കുക. നിങ്ങളുടെ എല്ലാ ഉള്ളിൽ ഭഗവാൻ ഉണ്ടാകട്ടെ, നിങ്ങൾക്കെല്ലാം ഭഗവാന്റെ അനുഭവം ഉണ്ടാകട്ടെ, നിങ്ങളിൽ ഭഗവാൻ പ്രവർത്തിക്കട്ടെ. ശിവബോധം ഉണ്ടായിക്കഴിയുമ്പോൾ നീതിബോധം ഉണ്ടാകും, സത്യബോധം ഉണ്ടാകും. ഒരു ഉറുമ്പിനെ പോലും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ചവിട്ടാൻ ഒരുങ്ങത്തില്ല. കാരണം ശിവബോധം ഉണ്ടായാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആ ഉറുമ്പിൻ്റെ ജീവനും എൻ്റെ ജീവനും എല്ലാം ഒരുപോലെ തന്നെയാണ്. എല്ലാത്തിനും ഈശ്വരൻ്റെ മുന്നിൽ ഒരുപോലെയാണ് വില. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ ജീവൻ വലുതായിരിക്കും, ഉറുമ്പിനെ സംബന്ധിച്ച് ഉറുമ്പിൻ്റെ ജീവൻ വലുതായിരിക്കും. പക്ഷേ ഈശ്വരൻ്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പം ഞാൻ കാരണം മറ്റൊരു ജീവിക്ക് ദോഷം വരരുതേ, ഒരു ഉറുമ്പിനെ പോലും നമ്മൾ ചവിട്ടാതെ മാറി നടക്കാൻ പഠിക്കും. അതാണ് യഥാർത്ഥ ശിവബോധം, സത്യബോധം. അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഈശ്വരനുമായിട്ട് കണക്റ്റ് ആകും. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പരമേശ്വരൻ, ശിവനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ശിവരാത്രിയുടെ അന്ന് ഭഗവാനെക്കുറിച്ച് കൂടി 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു, അത് പറഞ്ഞു. നിങ്ങളെല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം ശിവായ നമ യനവശിമാം മവയനശി ശിയനമവ വശിമയന. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈശ്വരൻ വിചാരിക്കണം, ഭഗവാൻ വിചാരിക്കണം നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. നമുക്ക് ചെയ്യാവുന്ന കാര്യം ആ ഭഗവാനിൽ സമർപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ മനസ്സ്. പിന്നെ നമ്മുടെ കർമ്മം ചെയ്യുക, ബാക്കിയെല്ലാം ആ പരമേശ്വരൻ്റെ കയ്യിലാണ്. തീർച്ചയായിട്ടും പരമേശ്വരൻ നീതിമാനാണ്. നിങ്ങളുടെ ആത്മസമർപ്പണം ഉണ്ടെങ്കിൽ ശിവഭഗവാൻ നിങ്ങൾക്ക് ആത്മവിദ്യ, ആത്മബോധം, ശിവബോധം, സത്യവിദ്യ, സത്യബോധം ഇവയൊക്കെ നൽകും. നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. നിങ്ങളുടെ ആത്മാവ് ശിവലോകം പ്രാപിക്കും. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഭഗവാന്റെ കൃപ ഉണ്ടാകട്ടെ. ശിവോഹം ശിവോഹം ശിവോഹം.